സുഖല്ലേ? ചീമേനി മുണ്ടിയാല് ഇപ്പൊ കളിയാട്ട സമയം. തിരക്ക് എന്നെല്ലാം പറഞ്ഞ ഒരു 1.5 തിരക്കാണ്. എവിടെ വണ്ടി വെക്കണ്ടെന്ന് ഒരു പിടിത്തൂല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെയല്ലോ വണ്ടി വെച്ചിട്ട് നമ്മള് ബാക്കി അങ്ങോട്ടേക്ക് നടന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എടുത്ത ചന്തകളാണ്. കവാടത്തിന് മുമ്പേ തന്നെ ചന്തയെല്ലാം തുടങ്ങും. ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ഭയങ്കര തിരക്കാണ്ടായിനി. നമ്മൾ പോയത് ഒരു രാത്രി 7:30 സമയത്താണ്. എന്നാ പോലും നല്ല തിരക്കുണ്ടായി. അതിന്റെ ഇടയ്ക്ക് ഒരു പാവ അമ്മമ്മ ഒപ്പരം വന്നവരെ കാണാനായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായി. അമ്മമ്മ ചോറിനാൻ പോയപ്പോഴത്തേക്ക് ഇവരെ കാണുന്നില്ല പോലും. ഓഫീസ് പറയാന്ന് പറഞ്ഞപ്പോ അമ്മമ്മ പറഞ്ഞു ഞാൻ ഒന്നുകൂടി നോക്കട്ടെന്ന്. അമ്മമ്മ മാത്രം ചോറിനാൻ പോയിനി, ഒപ്പരല്ലവരൊന്നും ചോറിനാൻ പോയിട്ട. അതാണ് പ്രശ്നം പറ്റീനി. കുറച്ചങ്ങോട്ടെത്തുമ്പോ ആ അമ്മമ്മേനെ നമുക്കും കാണാൻ പറ്റാണ്ടായി. നമ്മ പോകുമ്പോ വിഷ്ണുമൂർത്തിന്റെ ഒറ്റക്കോലം നടക്കുന്നുണ്ടായി. ഉള്ളിൽ കയറിക്കൊണ്ട് തൊവാൻ പോലും പറ്റുന്നില്ല, അത്രയും തിരക്ക്. അതിന്റെ ഇടക്ക് ആൾക്കാരെ മിസ്സാവുന്നതെല്ലാം പിന്നെ പറയാനുണ്ടാ. നമ്മ പുറത്തുനിന്ന് തെയ്യത്തിനെ കാണുമ്പോ ദേ ആ അമ്മമ്മ ആടാ. ചോദിച്ചപ്പോ ആൾക്കാരെ കിട്ടി, അവരാടെ ഇരിക്കുന്നുണ്ട്, ഞാൻ തെയ്യം കാണാൻ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഒരു സമാധാനായി. ആടെ നിന്നിട്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിട്ട്. അതുകൊണ്ട് ഞാനും എന്റെ അനിയത്തിയും കൂടി ചന്ത തുക്കാൻ ഇറങ്ങി. അതാണല്ലോ മെയിൻ. ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി 150 റുപ്യ. പുസ്തകം കണ്ടാ പിന്നെ പ്രാന്തളകിയ പോലെയല്ലേ. ഒരു 2-3 പുസ്തകം കുറച്ചു സൈറ്റ് എന്റെ വിഷ് ലിസ്റ്റിലുണ്ട്. പക്ഷെ പിന്നെ വാങ്ങാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ദേണ്ട ആ സാധനം എന്റെ കൺമുമ്പിൽ. അതിലൊന്ന് ഞാൻ എടുത്തിട്ടാ രാത്രി 12 മണിക്ക് ശേഷം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം സംഭവം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേ വാങ്ങാൻ പറ്റിട്ടു. കാരണം അതിനെന്നെ ഉണ്ടായി 360 റുപ്യ. അമ്മ ഒരു പലാസോവും വാങ്ങി 125 രൂപ എങ്ങാനും. ഈശ കാലിയായെങ്കിൽ പോലും നമ്മ എല്ലാം കാണണം. രാത്രി 1 മണിക്കാന്ന് പോലും വിഷ്ണുമൂർത്തി. അതുകൊണ്ട് നമ്മൾ പോലെ തിരിച്ചു പോകാനായിരുന്നു കൂടുതൽ പാട്. അപ്പൊ ശരി, ബൈ ഗായ്സ്.